തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും അത് യു ഡി എഫിൻ്റെ ഒരു ചെയർമാനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പക്ഷേ എന്തായാലും അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാം. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. അല്ല, ഇത് സംബന്ധിച്ച് എൻ്റെ പേര് പോലും യു ഡി എഫ് നേതൃത്വമാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ യു ഡി എഫ് നേതൃത്വം എന്ത് തീരുമാനം പറയുന്നോ ആ തീരുമാനമായിരിക്കും എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുക. അല്ല, ഒരിക്കലുമില്ല. യു ഡി എഫിൽ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി എന്നുള്ള സത്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അതെല്ലാം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഇരുന്ന് പറഞ്ഞ് തീർത്തുകൊണ്ട് ഇനി മേലിൽ അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോയത്. യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം അല്ല, ഞാൻ പറഞ്ഞല്ലോ, യു ഡി എഫിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഞങ്ങളോട് സ്റ്റേറ്റിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയത് ഇന്നലെയാണ്. അത് യു ഡി എഫിൻ്റെ ചെയർമാനായി കോൺഗ്രസിൽ നിന്നുള്ള എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ യു ഡി എഫ് എന്ത് നിലപാട്, എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ 14 പേരും ഒറ്റക്കെട്ടായി നിൽക്കും. തീർച്ചയായും ആ കാര്യം പരിശോധിക്കും. ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സുതാര്യമായി സാധാരണക്കാർക്ക് അവർക്ക് വേണ്ട ഈ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തടസ്സം കൂടാതെ അവരുടെ കാര്യം സാധിച്ചു പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും.